നബിയേ യർജുൽ ജന്ന വനഖാഫുൻ നാർ. ഞങ്ങൾ നിസ്കരിക്കുന്നത് പടച്ചവന്റെ സ്വർഗത്തിനാണ്, അല്ലാഹുവിന്റെ കത്തിയാളുന്ന നരകത്തെ പേടിച്ചിട്ടാണ്. ഈസാ നബി അവരോട് ഒരക്ഷരം മിണ്ടിയില്ല. ഈസാ നബി തിരിച്ചു നടക്കുകയാണ്. കുറെ കൂടെ ദൂരത്തേക്ക് ചെല്ലുമ്പോ ഇതേപോലെ നിസ്കരിക്കുന്ന ഇബാദത്ത് ചെയ്യുന്ന ആളുകളെ കാണുകയാണ്. ഈസാ നബി അവരോട് ചോദിച്ചു, അല്ല നിങ്ങൾ എന്തിനാ നിസ്കരിക്കുന്നത്? ഇതെന്തു കോലമായത്? ശരീരം മുഴുവനും മെലിഞ്ഞു പോയിട്ടുണ്ടല്ലോ, ഇതെന്തൊരവസ്ഥയാ? അവരോട് ചോദിക്കുന്നു, എന്തിനാ നിങ്ങൾ നിസ്കരിക്കുന്നത്? അവർ പറഞ്ഞിട്ടുള്ളൊരു മറുപടിയുണ്ട്, ഞങ്ങൾ നിസ്കരിക്കുന്നത് പടച്ചവന്റെ പൊരുത്തത്തിനാണ്, അല്ലാഹുവിന്റെ പൊരുത്തത്തിനാണ് ഞങ്ങൾ നിസ്കരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഈസാ നബി അവരോട് പറഞ്ഞൊരു വാക്കുണ്ട്, അന്തും ഔലിയാഉലില്ലാഹ്, നിങ്ങളാണ് പടച്ചവന്റെ ഔലിയാക്കള്. കാരണം നിങ്ങൾ നിസ്കരിച്ചത് പടച്ചവന്റെ ഒരു പടപ്പിന് വേണ്ടിയല്ല, അല്ലാഹുവിന്റെ സൃഷ്ടിക്ക് വേണ്ടിയല്ല. ആകാശത്തെ പടച്ചത് റബ്ബാ, ഈ ഭൂമിയെ പടച്ചത് റബ്ബാ, ഈ സസ്യലതാദികളെ പടച്ചത് റബ്ബാണ്, ഓരോന്നിനെ പടച്ചതും റബ്ബാ. ആ പടപ്പുകളുടെ കൂട്ടത്തിലുള്ള രണ്ട് പടപ്പുകളാണ് അല്ലാഹുവിന്റെ സ്വർഗമെന്ന് പറയുന്നത്, മറ്റൊന്ന് പടച്ചവന്റെ നരകമെന്ന് പറയുന്നത്. അതുകൊണ്ട് പടച്ചവന്റെ പടപ്പുകൾക്ക് വേണ്ടി അമൽ ചെയ്യരുതേ, മറിച്ച് ഇന്നലെ വരെ നമ്മൾ ചെയ്തിട്ടുള്ള കഥ മാറ്റി വയ്ക്കും. ഇന്നലെ വരെ നമ്മൾ ചെയ്തിട്ടുള്ളതൊക്കെ സ്വർഗത്തിന് വേണ്ടിയിട്ടാണ്. അത് നമുക്ക് നമ്മുടെ ഒരു അറിവില്ലായ്മ കേടാണ്. കാരണം നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും, സ്വർഗം എന്ന് പറയുന്ന അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. സ്വർഗം പടച്ചവന്റെ ഒരു പടപ്പാണ്, അല്ലെ? നരകം അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. അപ്പൊ അതിനു വേണ്ടി അമൽ ചെയ്യരുത്, മറിച്ച് റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി ഏത് കാര്യം ചെയ്താലും, ഏതൊരു നന്മ ചെയ്താലും അള്ളാഹിന്റെ പൊരുത്തമാണ് പ്രതീക്ഷിക്കാനുള്ളത്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഒന്നാമത്തെ കാര്യം അള്ളാഹിന്റെ പൊരുത്തമാണ്. അപ്പൊ പറഞ്ഞപ്പോ സ്വഹാബത്ത് ചോദിച്ചു, അബൂബക്കറേ, പടച്ചവന്റെ പൊരുത്തം നേടാൻ എന്തൊക്കെയാ വേണ്ടുന്നത്? ആ സമയം പറഞ്ഞു കൊടുത്തു, തിലാവത്തുൽ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ പവിത്രമായ ഖുർആൻ ഓതലാണ്. ആ ഖുർആൻ പാരായണം ചെയ്യല. ഇവിടെ ഹിഫ്ള് പഠിക്കുന്ന മക്കളുണ്ടല്ലോ, നാട്ടുകാരായ ചേർന്നിരിക്കുന്ന നിങ്ങൾ എത്ര ഭാഗ്യമുള്ളവരെന്നറിയോ? അൽഹംദുലില്ലാഹ്, ഒരിക്കലും നഷ്ടപ്പെട്ടു പോകൂല, ഒരിക്കലും ഇല്ലാതെയായി പോകൂല. ഹിഫ്ള് പഠിക്കുന്ന ഒരു മക്കളുള്ള നാടിന്റെ പരിസരത്ത് പോലും അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാര് കടന്നു വരുമെന്ന് പറയുമ്പോ അവിടെ നിങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബിയാണ് സിദ്ദീഖ് തങ്ങൾ. സിദ്ദീഖ് തങ്ങൾ പറയാ, ഏത് വലിയ സങ്കടമാണോ, ഏത് വലിയ പ്രയാസമാണോ, ഏതൊക്കെ സങ്കടങ്ങൾ വന്നാലും അത് പടച്ചവന്റെ പൊരുത്തം മാത്രമല്ല, അല്ലാഹുവിന്റെ ഖുർആൻ ഓതുന്നത് രോഗങ്ങൾക്ക് പോലും അതൊരു ശമനമാ, രോഗങ്ങൾക്ക് പോലും അതൊരു പുരുഷമാണ്. എന്തിനേറെ അതിന്റെ ഒരു തെളിവ് ഞാൻ പറഞ്ഞു തരാം. അല്ലാഹുവിന്റെ റസൂൽ ഹിറാ ഗുഹയിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ്. ഓടി വന്നിട്ട് പറഞ്ഞല്ലോ, സമ്മിലോനി ഖദീജ, ഉദപ്പിട്ടു മൂടോ ഖദീജ, ചേർത്തൊന്നണയ്ക്കൂ ഖദീജ, ഉദപ്പിട്ടു മൂടോ ഖദീജ, ചേർത്തൊന്നണയ്ക്കൂ ഖദീജ. അല്ലാഹുവിന്റെ റസൂലിന്റെ അല്ലാഹുവിന്റെ റസൂൽ ഓടി വരികയാണ്. ഖദീജ ബീവിയുടെ മുമ്പിൽ വന്നിട്ട് പറയാ, ഖദീജ, വിറക്കുന്നു ഖദീജ, പനിയുണ്ട് ഖദീജ, ഒരു പുതപ്പ് കൊണ്ട് മൂടിത്തരാമോ? ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ അല്ലാഹുവിന്റെ റസൂലിന് പുതപ്പ് കൊണ്ട് മൂടിക്കൊടുക്കുന്നു. അവിടെ അല്ലാഹു
ഗഗന ലോകത്തുനിന്ന് മലക്കു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പാറി വരുന്നുണ്ട്. വന്നുകൊണ്ട് പറയാണ്, യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു വൻഖുസ് മിൻഹു ഖലീലാ ഔ സിദ് അലൈഹി വറത്തിൽ ഖുർആൻ വറത്തിൽ ഖുർആന തർതീലാ. പിറക്കുന്ന മേനിയോടെ പനി പിടിച്ച് കിടക്കുന്ന മുസ്തഫായ നബി തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറയാണ്, യാ അയ്യുഹൽ മുസമ്മിൽ, പുതപ്പ് മൂടി പുതച്ച് കിടക്കുന്ന നബിയേ, ഒന്ന് എഴുന്നേൽക്കണം നബിയേ, ഒന്ന് നിസ്കരിക്കണം നബിയേ. അതും കഴിഞ്ഞിട്ടില്ല, വറത്തിൽ ഖുർആന തർതീലാ. നബിയെ എന്ത് വേദനയാണ്, മലക്ക് ജിബ്രീൽ ഒന്ന് കൂട്ടിപ്പിടിച്ച വേദന അത് മാറുന്നില്ല. ആ സമയം പറയാൻ, നബി എന്ത് വേദനയാണെങ്കിലും എന്ത് രോഗമാണെങ്കിലും അല്ലാഹുവിന്റെ ഖുർആൻ ഓതിക്കോ.